ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും വെയിറ്റ് കുറയാൻ ഒരുപാട് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. സോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു ദോശയാണെന്ന്. അതായത് നമ്മുടെ കടലമാവ് കൊണ്ടുള്ള ബേസൻ ദോശ അഥവാ ബേസൻ ചീല എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാം. അപ്പം 2 ദോശ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ഓക്കെ, വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ. സോ അപ്പം നമുക്ക് കുറച്ച് ചോപ്ഡ് ക്യാരറ്റ്സ് വേണം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ദോശയാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പം കുറച്ച് ചോപ്പ് ചെയ്ത ക്യാരറ്റ്സ്, കുറച്ച് ഒനിയൻ. അപ്പം ഒനിയനും ക്യാരറ്റും ഒക്കെ മിക്കവാറും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. ഇതെല്ലാം നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ബീൻസ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കടലമാവ് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ഒരു എത്ര ദോശ വേണം അതിനനുസരിച്ചിരിക്കും. എന്നാലും ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മതിയായിരിക്കും. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കാം, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിനോട് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നതാണ് അയമോദകം അഥവാ അജ്വൈൻ. നമ്മുടെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനും വയറിനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ്. സോ അത് ഒരു പിഞ്ച് അജ്വൈൻ ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ലൊരു ദോശയുടെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ചുട്ടെടുക്കാവുന്നതാണ്. കുറച്ച് നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ദോശയുടെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർക്ക് അതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെയിറ്റ് ലോസ് റെസിപ്പിയാണ്, ദോശയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു തേങ്ങാ ചട്നിയൊക്കെ നല്ലതാണ്. അപ്പം തേങ്ങാ ചട്നി നമുക്ക് വെയിറ്റ് ലോസ് ഒത്തിരി നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോയുടെ ചട്നി നല്ലതാണ്. അതുപോലെ തന്നെ സാമ്പാർ ഒഴിച്ചിട്ട് കഴിക്കാം. സാമ്പാറും പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ ഇത് ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞ ലഞ്ച് ടൈമിലും കഴിക്കാം. രാത്രിയിലാണ്, ഡിന്നർ ടൈമിലാണ് ഒരെണ്ണം മാത്രം കഴിക്കാം. ഉച്ചയ്ക്കോ രാവിലെയാണോ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ 2 നമുക്ക് കഴിക്കാവുന്നതാണ്. സോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനിയും നല്ലൊരു വീഡിയോ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.